ലിയോൺ എസ് കെനഡി ഈസ് ബാക്ക്. അതായത് റെസിഡന്റ് ഈവിൾ 9 നമ്മുടെ ലിയോൺ എസ് കെനഡി ഒരു പ്ലേയബിൾ മെയിൻ ക്യാരക്ടറായിട്ട് വരാൻ പോവുകയാണ്. അതിന് ഞാൻ കുഞ്ഞിരിക്കണോടാ മയിലേ. കെനഡി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടായിരിക്കും വരുന്നത്. കാരണം റെസിഡന്റ് ഈവിൾ 2 പുള്ളിക്കാരൻ ഒരു 20s ഒരു ടൈം പീരീഡാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഗെയിമിൽ വരുമ്പോൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടായിരിക്കും വരുന്നത്. എടാ ജെഫിന്റെ തള്ള തെരേസയുടെ കൂടെ കണ്ട് പഠിച്ചു കിടന്നല്ലടാ നീ. ഇപ്പൊ അവളുടെ ചെറുക്കന്റെ കൂടെ കളിച്ചു കിടക്കുന്നു. നീ നാളെ അവനൊരു ചെറുക്കൻ ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ കളിക്കാൻ പറ്റുന്നു. എടാ മുതുകാളെ നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്. അത് മാത്രമല്ല, ഗ്രേസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സർവൈവൽ ഹൊറർ സ്റ്റെൽത്തും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യും, ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ ലിയോണിലോട്ട് അത് തിരിച്ചു വരുമ്പോൾ പുള്ളിക്കാരൻ കൂടുതലും ആക്ഷനും പിന്നെ കോമ്പാക്ട് സിസ്റ്റവും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ടായിരിക്കും പുള്ളിക്കാരൻ വരുന്നത്. ലിയോൺ ആണെങ്കിൽ ഈ ഒരു ഗെയിമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ഗൈഡ് ആയിട്ടാണ് വരുന്നത്. അതായത് ഗ്രേസ് ആഷ്ക്രോഫ്റ്റിന്റെ ഒരു ഗൈഡായിട്ടും പിന്നെ ഒരു മെന്ററായിട്ടുമാണ് പുള്ളിക്കാരൻ ഇതിൽ റോൾ എടുക്കുന്നത്. പുള്ളിക്കാരൻ ഈ ഒരു ക്യാരക്ടറിലായിരിക്കും ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ പുള്ളിക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒക്കെയാണ് വരുന്നത്.